പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഓഹരി വിപണിയിൽ കരടിയുടെ വിളയാട്ടം തുടരുകയാണ്. ഇന്നും അതിന് വ്യത്യസ്ത സാധ്യത ഇല്ല. വിദേശ വിപണിയൊക്കെ ഇടിവാണ് കാണിക്കുന്നത്. ഇന്ന് സ്വല്പം മെച്ചം കിട്ടുകയാണെങ്കിൽ ഇന്നലെ US മേഖലയിലൊക്കെ IT കമ്പനികൾക്ക് കുതിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് IT മേഖലയിലെ വിദേശത്ത് ട്രേഡ് ചെയ്യുന്ന കമ്പനികൾക്ക് വിലയിൽ സ്വല്പം കുതിപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിഫ്റ്റി 23,961 ബാങ്ക് നിഫ്റ്റി 51,576 ഫൈനാൻസ് നിഫ്റ്റി 23,906 സെൻസെക്സ് 79,218 രൂപയുമാണ് ഇപ്പോൾ നില. IPO വരുന്ന കമ്പനി ട്രാൻസ്വേൾഡ് ലൈറ്റിംഗ് എന്ന് പറയുന്ന വൈദ്യുതി വിതരണ മേഖലയിൽ EPC വിതരണം നടത്തുന്ന ഒരു കമ്പനിയാണിത്. വിപണിയിൽ നിന്ന് 839 കോടി സമാഹരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഡേറ്റ് 19 തൊട്ട് 23 വരെയാണ്. ഫേസ് വാല്യൂ 10. വില 410-432. ഒരു ലോട്ടിന് എന്ന് പറഞ്ഞാൽ 34 എണ്ണത്തിന് 14,688 രൂപ മുടക്കി ഇത് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഗ്രേ മാർക്കറ്റിൽ ഇപ്പം നിലനിൽക്കുന്ന വില മാറ്റമില്ലാതെ ലിസ്റ്റിംഗ് സമയത്ത് തുടരുകയാണെങ്കിൽ 28% കുതിപ്പ് പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനിയാണ്. കൂടുതൽ പഠിച്ചിട്ട് വേണം ഇതിനെക്കുറിച്ച് നിലപാടെടുക്കാൻ. മമത മെഷീനറി 230 രൂപ തൊട്ട് 243 രൂപ വരെ വില നിശ്ചയിച്ചിരിക്കുന്ന കമ്പനിയാണ്. മുഖവില 10 രൂപയാണ്. ഡേറ്റ് 19 ഡിസംബർ ടു 23 ഡിസംബറാണ്. ഒരു ലോട്ടെന്ന് പറയുന്നത് 61 നമ്പറിന് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന 26-ാം തീയതിയാണ്. ലിസ്റ്റിംഗ് 27 1979 പ്ലാസ്റ്റിക് ബാഗുകൾ നിർമ്മിച്ചാണ് ഇവർ വിപണിയിൽ തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലും വിദേശത്തും ആയിട്ട് പാക്കിംഗ് മെറ്റീരിയൽസ് പ്രധാനപ്പെട്ട കമ്പനികൾക്കെല്ലാം അതിൻ്റെ പാക്കിംഗ് കേസുകളും പാക്കിംഗ് മെറ്റീരിയൽസുകളും ബാഗുകളും എല്ലാം നിർമ്മിച്ച് നൽകുന്ന ഒരു കമ്പനിയാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും കൂടുതൽ പഠനം നടത്തിയിട്ട് അല്ലെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വില ഇടിയുന്ന സമയത്ത് ഇത് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിനി ബോണസ് വരുന്ന കമ്പനികൾ കീടെക്സ് 870 ബോണസ് 2:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. രാജേശ്വരി സ്ക്വാൻ 642 ബോണസ് 1:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. KPI ഗ്രീൻ 792 ബോണസ് 1:2 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. കോർ ഡിജിറ്റൽ 1691 ബോണസ് 2:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ടെക്നോപാക്ക് പോളിമർ 83 രൂപ ബോണസ് 1:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. BN റാത്തി 206 രൂപ ബോണസ് 1:1 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇനിയുള്ള സ്പ്ലിറ്റ് വരുന്ന കമ്പനികൾ കാമധേനു 500 പിന്നെ 1:10 ഒരെണ്ണത്തിന് 10 8 ജനുവരിയാണ്. TT ലിമിറ്റഡ് 166 സ്പ്ലിറ്റ് 1:10 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. റാം ഫോസ്ഫേറ്റ് 199 സ്പ്ലിറ്റ് 1:2 വരുന്നതേ ഉള്ളൂ. മോഹിത് ഇൻഡസ്ട്രി 39 സ്പ്ലിറ്റ് 1:10 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഷാഡ്യൂൾ സെക്യൂരിറ്റി 398 രൂപ സ്പ്ലിറ്റ് 1:10 റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. BGDL 1127 സ്പ്ലിറ്റ് 1:10 ബോണസും ഉണ്ട് 8:10 8 ജനുവരിയാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത്. ഡിവിഡൻഡ് വരുന്ന വേദാന്ത 513 രൂപ വിലയാണ്. ഡിവിഡൻഡ് 8.50 ഉണ്ട്. 24 ഡിസംബറാണ്. ഇത് ടാർഗറ്റ് ഇട്ട് 513 എടുത്തിട്ട് 600 വിൽക്കാൻ പറയുന്നത് കമ്പനിയാണ്. സീനെക്സ് എക്സ്പോർട്ട് 1322 ബോണസ് 1 രൂപയുള്ളൂ. റെക്കോർഡ് ഡേറ്റ് വരുന്നുള്ളൂ. ഇതിനും ബോണസ് വരുന്നുണ്ട്. ഡിവിഡൻഡ് 1 രൂപ. ടാർഗറ്റ് TOMS 3030 രൂപ. ടാർഗറ്റ് 3314 രൂപ. മാർക്സൺസ് 314 രൂപ. ടാർഗറ്റ് 346 രൂപ. നാം ഇന്ത്യ 748 രൂപ. ടാർഗറ്റ് 814 രൂപ. പിന്നെ സുസ്ലോൺ 67 ടാർഗറ്റ് 73. ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് വേണം ഓഹരികളിൽ തീരുമാനമെടുക്കാൻ. പ്രത്യേകിച്ച് ഇടിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അതായത് ദിവസം കുതിപ്പുള്ള നല്ല ലാഭത്തിലുള്ള നമ്മുടെ കമ്പനികളിൽ കുറച്ച് ഓഹരികൾ വിറ്റിട്ട് നല്ല കമ്പനികൾ ബ്ലൂ ചിപ്പ് ഓഹരി പോലുള്ള എന്നും വലിയ വ്യത്യാസം വരുന്ന മേഖല കണ്ടെത്തിയിട്ട് അവയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇടിവിനെ മുതലാക്കി മാറ്റിയെടുക്കാം. നന്ദി, നമസ്കാരം.